ഞങ്ങളെ ഇന്ന് എല്ലാവരും കൂടെ ചേർത്തല വരെ ഒന്ന് പോവാട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചേർത്തലയ്ക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വൈക്കം ബസ്സിൽ കയറി യാത്ര തുടങ്ങി കേട്ടോ. KSRTC ബസ്സിലായിരുന്നു കേട്ടോ പോയത്. ഇത് ഈ വീട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. വൈക്കം എത്തുന്നതിന് മുൻപാണ്. ഒട്ടുമിക്ക മലയാള ഫിലിംസിലുള്ള വീടാട്ടോ ഇത്. വൈക്കം എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ട് ജെട്ടിയിലേക്ക് കേട്ടോ പോയത്. ഇനിയുള്ള യാത്ര അവിടെ നിന്നാട്ടോ. നൂനൂസ് ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷം എക്സൈറ്റ്മെൻറ്റ് അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴും ഓരോ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ബോട്ട് മുങ്ങിപ്പോയില്ലേ വെള്ളത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബോട്ട് വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ ആള്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബോട്ട് വന്നു. ആളിതേ കാഴ്ചയൊക്കെ കണ്ട് ബോട്ടിലിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ തവണക്കടവിലെത്തി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ടായിരുന്നു ഞങ്ങൾ പോയത്. കുഞ്ഞ, ബോട്ടിൽ വന്നത് ഇഷ്ടപ്പെട്ടോ? ബോട്ടിൽ വന്നത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നോ? കുറച്ച് നടന്നപ്പോഴത്തേക്കും നൂനൂസിന് ദാഹിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചേർത്തലയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ചേർത്തല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സീ ഫുഡ് കിട്ടുന്ന മധുച്ചേട്ടൻ്റെ ഫേമസ് ആയിട്ടുള്ള കടയിൽ പോയി. വീടിനോട് ചേർന്ന കേട്ടോ കടയുള്ളത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ സീറ്റിംഗ് സ്പേസ് ഒരുപാടുള്ളതുകൊണ്ട് തിരക്കൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. ചോറും ഒഴിച്ചുകറികളും എല്ലാം ടേബിളിൽ തന്നെ കാണും. നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. പിന്നെ നമുക്ക് വേണ്ട സ്പെഷ്യൽസ് എന്താണോ വേണ്ടത് അത് ഓർഡർ ചെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടേ തരും കേട്ടോ. പേഴ്സണലി ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് പോരുമ്പോൾ പൊതുവെ ഒരു അഭിപ്രായം കേട്ടത് ഫുഡ് നല്ലതാണ്, ബട്ട് റേറ്റ് കൂടുതലാണെന്ന് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ റേറ്റിനുള്ള ഫുഡ് അവിടെ ഉണ്ട്. കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. ഇതാ കണ്ടില്ലേ, ഇത്രയും സീറ്റിംഗ് സ്പേസ് ഉള്ള സ്ഥലം കേട്ടോ അത്. ഇതാ ഇതുപോലെ നമ്മുടെ മുമ്പിൽ വെച്ചാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഏറെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാനുള്ള അനുവാദവും അവർ തരും കേട്ടോ. അതുമാത്രമല്ല അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും നല്ലതാട്ടോ. അത് ഞാൻ എടുത്തു ചേച്ചി. ചേച്ചി എത്ര നാളായി ഇവിടെ? ഈ തുടങ്ങിയിട്ട് എത്രയായി? ആണോ? അത് ചേട്ടൻ എവിടെ? ആണല്ലേ. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാ വന്നെ. ഞങ്ങള് പിറവം. ഗൂഗിൾ നോക്കി ഇവിടെ ഒരു ആവശ്യത്തിന് വന്നാ, അപ്പൊ ഗൂഗിൾ നോക്കി അങ്ങനെ വന്ന. നല്ല ഫുഡായിരുന്നു. ചേച്ചിയുടെ പേരെന്നാ? കുറച്ച് ഉള്ളിലായിട്ടാട്ടോ ഈ ഹോട്ടല്. പക്ഷെ ഉള്ളിലാണെങ്കിലും വരുമ്പോൾ ഭയങ്കര വർത്ത. വണ്ടിയും കൊണ്ടൊക്കെ വരുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ ഫുഡ് നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ബസ്സിനാണ് പോയത്. അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഓട്ടോ വിളിച്ചാട്ടോ സ്റ്റാൻഡിലേക്ക് പോയത്. ഇതുള്ളത് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എങ്കിലും ചേർത്തല ചെന്നിട്ട് എക്സ്റേ ബൈപ്പാസ് റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്കുള്ള ഒരു വഴി കയറി പോകണം കേട്ടോ. ലൊക്കേഷൻ ഗൂഗിളിൽ കിടക്കുന്നുണ്ട്. മധു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് നോക്കിയാൽ മതി കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് മാരാരിക്കുളം ബീച്ചിലേക്കാണ്. ഇത് പ്ലാൻ ചെയ്തു പോയൊരു യാത്രയല്ല. ചെന്നപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകാം എന്ന് അപ്പോൾ തീരുമാനിച്ച് പോയതാട്ടോ. അല്ലെങ്കിലും പ്ലാൻ ചെയ്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാറില്ല കേട്ടോ. ഇതുപോലെ പ്ലാൻ ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും തണൽ പറ്റി ഇരിക്കുമായിരുന്നു ഓരോ സ്ഥലത്തായിട്ട്. ഞങ്ങൾ ചെന്നേ ഉള്ളായിരുന്നു. അത് കാരണം കൊണ്ട് കുറച്ച് മുമ്പോട്ട് അങ്ങോട്ട് പോയി.
ബേബി എന്തൊക്കെയോ എഴുതുന്നത് കണ്ടിട്ട് ന്യൂനൂസിനെ എഴുതണമെന്ന് പറഞ്ഞ് എഴുതുന്നതാട്ടോ ഈ കാണുന്നത്. അവൾ പഠിച്ചതൊക്കെയാണ് ഈ എഴുതി വെക്കുന്നത്. പഠിച്ചതെല്ലാം എഴുതി വയ്ക്കും, അപ്പോഴേക്കും തിര വന്നിട്ട് അത് മാച്ച് കളയും കേട്ടോ. എന്നാലും വീണ്ടും പുള്ളിക്കാരി ചെന്ന് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചത് ഇവക്ക് കടൽ കാണുമ്പോൾ പേടിയായിരിക്കും ഇറങ്ങാനൊക്കെ എന്നാട്ടോ. പക്ഷേ അവൾക്ക് യാതൊരുവിധ പേടി ഉണ്ടായിരുന്നില്ല. അവൾ എന്നെയും കൂടെ വലിച്ചു കൊണ്ടുപോകായിരുന്നു, വാ വാ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറേ നേരമൊക്കെ അവളുടെ കൂടെ കളിച്ചു, കുറേ നനഞ്ഞു. കുഞ്ഞിനെന്താ വേണ്ടേ? കുലിക്ക് സർബത്താ? ഞാ കുലിക്ക് സർബത്താണ് വേണ്ടേ? അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കരിക്ക് കണ്ടപ്പോൾ ന്യൂനസ് പറഞ്ഞ് കരിക്ക് വേണമെന്ന്. അങ്ങനെ ആ കരിക്കും കൂടെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല, അത്രയും വെയിലായിരുന്നു കേട്ടോ. മതിയറിയാൻ പറ്റുള്ള പൊട്ടിച്ചൂണ് മേടിക്കും. ആ പൊട്ടിച്ചിട്ട് കാടി കുഞ്ഞാ, പൊട്ടിച്ച് കഴിക്കാം. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഒരു പട്ടം വാങ്ങി അത് പറത്താനായിട്ട് വീണ്ടും ആ വെയിലത്തേക്ക് ഇറങ്ങി കേട്ടോ. ന്യൂനൂസിനോട് പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയാട്ടോ പട്ടം പറത്താനായിട്ട്. ന്യൂനൂസ് ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്. അവൾക്ക് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോയി വന്നപ്പോഴാണ് ഞങ്ങൾ പറവൂർ ബീച്ചിൽ ഒരു തവണ ഇറങ്ങിയത് കേട്ടോ. അന്ന് അവൾ കുഞ്ഞു ഭാവിയായിരുന്നു, അതുകൊണ്ട് അതൊന്നും അവൾക്ക് ഓർമ്മയെ കാണില്ല. അതിനുശേഷം ഇപ്പോഴാട്ടോ കൊച്ചു ബീച്ച് കാണുന്നത്. അവൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ അർത്തുങ്കൽ പള്ളി ബസ്സിലിരുന്ന് കണ്ടു. പള്ളി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 8 മണി സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.